ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ EVS ആണ്, എൻവയോൺമെൻറ്റൽ സയൻസ്. EVSലെ 3ാമത്തെ ചാപ്റ്റർ, 3rd ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് വിങ്ഡ് ബഡ്ഡീസ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് വിങ്ഡ് ബഡ്ഡീസ്, ചാപ്റ്റർ 3. The teacher started the class that day by playing a bird song. Kutru, kutru, kutru. Have you heard this bird song? The teacher asked. അപ്പോൾ അന്നത്തെ ദിവസം ടീച്ചർ ക്ലാസ് തുടങ്ങിയത് ഒരു ബേർഡ് സോങ്, ഒരു പക്ഷിയുടെ പാട്ട് പാടിയിട്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? Can you identify this singing bird? Has anyone seen it? The class was silent. അപ്പോൾ ടീച്ചർ എന്താ പറയണത്? ഏത് ബേർഡാണ് ആ പാട്ട് പാടുന്നത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ബേർഡ് ഏതാണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ബേർഡിനെ? അപ്പോൾ ക്ലാസ് ഫുള്ള് സൈലൻ്റ് ആയി, ആർക്കും അറിയില്ല. ഇറ്റ്സ് നെയിം ഈസ് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്. ചിന്നക്കുട്ടുറുവൻ, അയൻസർ. അപ്പോൾ ഒരു അയൻ എന്ന് പറഞ്ഞൊരു കുട്ടി, അതിൻ്റെ പേര് വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് എന്നാണെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് വിളിക്കുന്നതാണ് ഈ ചിന്നക്കുട്ടുറുവൻ എന്നുള്ള പേരിൽ കേട്ടോ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി സിംഗിങ് ബേർഡ്? അപ്പോൾ എന്താണ് ആ പാട്ട് പാടുന്ന പക്ഷിയുടെ കളറ്? ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ, സൈറ റെസ്പോണ്ടഡ്. അപ്പോൾ അതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചപ്പോൾ സൈറ എന്ന് പറഞ്ഞ കുട്ടി അതിൻ്റെ കളർ ഗ്രീൻ ആണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ദിസ് ബേർഡ് ഈസ് ഓൾസോ കോൾഡ് പച്ചില കുടുക്ക. ഈ ബേർഡിന് വേറൊരു പേരും കൂടി ഉണ്ട്, പച്ചില കുടുക്ക. ഓക്കെ, what could be the reason for calling it like that? The teacher continued. അപ്പോൾ ടീച്ചർ ചോദിക്കും, എന്താണ് അതിനെ അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ടീച്ചർ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. There are many types of birds. Which are the birds present in your area? നമുക്ക് ഒരുപാട് ബേർഡ്സ് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. ഒരുപാട് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ ഏരിയയിൽ ഏതൊക്കെ ബേർഡ്സ് ആണ് പ്രസൻറ്റ്? മൈന, ഇന്ത്യൻ റോളർ, പീകോക്ക്, കിങ് ഫിഷർ, ക്രോ, പാരറ്റ്, ഹെന്ന്, സ്പാരോ, അതുപോലെ ഒരുപാട് ബേർഡ്സ് ഉണ്ട് അല്ലേ? ഹൗ മെനി ഓഫ് ദം ആർ ഫെമിലിയർ ടു യു ആൻഡ് നെയിം നോൺ ടു യു? എത്ര എണ്ണത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമെന്നാണ് ചോദിച്ചത്. കുറച്ച് പേരുകളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേറെയും എഴുതാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്ക്, കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. കളർ ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ. ഇവിടെ 4 ബേർഡ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിന് കളർ കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ പേര് എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കളർ കൊടുത്തിട്ടില്ല ഞാനിവിടെ, ഇത് നിങ്ങൾ കളർ കൊടുക്കുക. ബേർഡ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. പാരറ്റ്, ഹൂപ്പോ, പീകോക്ക്, വുഡ് പെക്കർ. ഓക്കെ, നെക്സ്റ്റ്, ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? ഇനി ചോദിച്ചിരിക്കുന്നത് ഈ 4 ചിത്രത്തിലുള്ള ബേർഡ്സ് എന്തൊക്കെ രീതിയിലാണ് വ്യത്യസ്തർ, മാറ്റം എന്തൊക്കെ രീതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കളർ ഓഫ് ദെയർ ഫെദേഴ്സ്. ഇത് കളർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ തൂവലുകളുടെ കളറെല്ലാം വ്യത്യസ്തമാണ്. ഷേപ്പ് ഓഫ് ദ ബോഡി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പീകോക്കിൻ്റെ ബോഡിയുടെ ഷേപ്പ് അല്ല പാരറ്റിനുള്ളത് അല്ലേ, അത് വ്യത്യസ്തമാണ്. നെക്സ്റ്റ്, ഷേപ്പ് ഓഫ് ദ ബീക്സ്. ഇതിൻ്റെ കൊക്ക് കണ്ടോ? പാരറ്റിൻ്റെ കൊക്ക് പോലെ അല്ല ഹൂപ്പോൻ്റെ കൊക്ക് കിടക്കുന്നത്, അതുപോലെ അല്ല ഈ വുഡ് പെക്കറിൻ്റെ വരുന്നത്. ഓക്കെ, അത് വ്യത്യസ്തമാണ്. സൈസ് ഓഫ് ദ ബോഡി. ഇതിൻ്റെ ബോഡി സൈസും വ്യത്യാസമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്ട്രാ പോയിന്റ്സ് എഴുതാം കേട്ടോ, അറിയാവുന്നത് എഴുതാവുന്നതാണ്. ലെറ്റ്സ് ക്ലാസിഫൈ ദം. അടുത്ത ടോപ്പിക്, ഡു ഓൾ ബേർഡ്സ് ഇൻ യുവർ ഏരിയ ഹാവ് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ? നിങ്ങളുടെ ഏരിയയിലെ എല്ലാ ബേർഡ്സിൻ്റെ തൂവലും ഒരേ കളറാണോ? അല്ല. ഹാവൻറ്റ് യു സീൻ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്? അതായത് ഡിഫറെൻറ്റ് കളറിലുള്ള തൂവലുള്ള ബേർഡ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നെയിം ദ ബേർഡ്സ് ദാറ്റ് ഹാവ് ഡിഫറെൻ്റ്ലി കളേർഡ് ഫെദേഴ്സ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള തൂവലുകളുള്ള ബേർഡ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈന, കിങ് ഫിഷർ, പീജൺ ഒക്കെ അങ്ങനെ വരും. ഇവിടെ ഷേപ്പ് ഓഫ് ദ വിങ്സും കൂടി നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഈ ഒരു പിക്ചറിൽ ഫീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് അതുകൂടി എഴുതാം. നെക്സ്റ്റ്, ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി. മൊത്തം കളറും ഒരേപോലെ ഇരിക്കുന്ന ബേർഡ്സിൻ്റെ പേരുകളാണ് ക്രോ, പാരറ്റ്, വൈറ്റ് ഫിഞ്ചസ്, ഡവ്. വേറെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ അറിയാവുന്നത്. പിന്നെ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൺ ദെയർ ബോഡി, ഫെസൻറ്റ്, ഹെന്ന് ഒക്കെ വരും.
അടുത്തത് വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്? ബേർഡ്സിൻ്റെ കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ എന്താണെന്നാണ് ചോദ്യം. ആൻസർ ബേർഡ്സ് ഹാവ് ബീക്സ്. എല്ലാ പക്ഷികൾക്കും കൊക്കുണ്ട് അല്ലേ, ബീക്ക്. ദേ ഹാവ് ഫെദേഴ്സ്. എല്ലാവർക്കും തൂവലുകളുണ്ട്. ദേ ഹാവ് വിങ്സ് ടു ഫ്ലൈ. എല്ലാ പക്ഷികൾക്കും ചിറകുകളും ഉണ്ട് പറക്കാൻ. ബേർഡ്സ് ലേ എഗ്സ്. മോസ്റ്റ്ലി എല്ലാ പക്ഷികളും എന്താണ്, മുട്ടയിടാറാണ് പതിവ്. അപ്പോൾ ഇത്രയാണ് ബേർഡ്സിൻ്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, by observing our surroundings we can also find birds with different characteristics. Observe our surroundings and find out diverse characteristics of birds. നിങ്ങളുടെ ചുറ്റുപാടും ഒബ്സർവ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ബേർഡ്സിൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബൈനാക്കുലർ ഒക്കെ വെച്ചിട്ട് അവൈലബിൾ ആണെങ്കിൽ ബൈനാക്കുലേഴ്സ് യൂസ് ചെയ്തിട്ട് ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് തിങ്സ് ഷുഡ് ബി ഒബ്സർവ്ഡ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? പ്ലേസ് where the bird is seen, time when it was seen, size, color, nest, sound, size of legs, length, color, number of toes, size and color of eyes, characteristics of feathers, style of flying. ഇതെല്ലാം നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. 2 പോയിന്റ് നമ്മൾ എഴുതണം. ഷേപ്പ് ഓഫ് ദ ബീക്ക്, ഷേപ്പ് ഓഫ് നെക്ക് ഒക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഒബ്സർവേഷൻ നോട്ടാണ്. പാരറ്റിനെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. സോറി, പാരറ്റിൻ്റെ ബേർഡ്, നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ്. ഫീൽഡ് ബണ്ടിലാണ് കാണുന്നത്. ഈവനിങ് ആണ് കണ്ടത്. ഗ്രീൻ കളറാണ്. കൊക്ക് ഷാർപ്പാണ്. കേർവ്ഡ് ആൻഡ് റെഡ് ഇൻ കളറാണ്. പിന്നെ ലെഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് മരത്തിൽ ക്ലൈംബ് ചെയ്യുക. നിൽക്കുന്നതും ലെഗ്സ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ടെയില് ലോങ് ട്രയാങ്കുലർ ഷേപ്പാണ്. പിന്നെയോ റോസ് റിങ് അറൗണ്ട് ദ നെക്ക്. നെക്കിൻ്റെ ചുറ്റും ഒരു റോസ് റിങ് ഉണ്ട്. പിന്നെ മുട്ട ഇടുന്നത് മരത്തിൻ്റെ പൊത്തുകളിലാണ്. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടേബിൾ ഉണ്ട്. ദ ലാർജസ്റ്റ് ബേർഡ് ഓസ്ട്രിച്ച്. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വാർഡ്സ് ഹമ്മിങ് ബേർഡ്. ഹൈയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് വൾച്ചർ. ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ ഓസ്ട്രിച്ച്, കിവി, പെൻക്വിൻ, എമു. ദ സ്മോളസ്റ്റ് ബേർഡ് ബി ഹമ്മിങ് ബേർഡ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വെർ ദർ ഇസ് വാട്ടർ. അപ്പോൾ ഇത് ഡക്കാണ്. ഡക്ക് എന്താ ചെയ്യുക? വെള്ളമുള്ള സ്ഥലത്താണ് ഇവർ ഇര പിടിക്കുക. ഇര പറഞ്ഞാൽ അവർക്കുള്ള ഫുഡ് കേട്ടോ. പ്രേ എന്ന് പറഞ്ഞാൽ ഇര എന്നാണ് അർത്ഥം. അവർക്കുള്ള ഫുഡ് മീനാവാം, ഇൻസെക്ട്സ് ആവാം, ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ അവർ പിടിക്കുമല്ലോ. അടുത്തത് ഈ വൾച്ചറാണ്. ഐ ലൈക്ക് ടു ചേസ് ആൻഡ് ക്യാച്ച് ദ പ്രേ. അറിയാലോ, ഇത് പറന്ന് റാഞ്ച് കൊണ്ട് പോകും അതിൻ്റെ ഇരേനെ. ഐ ലൈക്ക് ടു പെക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. കണ്ടോ? അടുത്തത് ഈ പക്ഷി എന്താ ചെയ്യുക? ഈ ഗ്രാസ് സീഡ്സ്, ഈ ഗ്രാസ് പുല്ലാണ്, പുല്ലിൻ്റെ വിത്തുകളും അതുപോലെ ഗ്രെയിൻസും ഒക്കെ കൊത്തി കഴിക്കും. അടുത്തത് ഐ ആം വൺ എമംഗ് ദ ഫ്രൂട്ട് ഈറ്റേഴ്സ്. ഇത് ചെറിയൊരു ബേർഡാണ്. ഇത് ഫ്രൂട്ട് ഈറ്റ് ചെയ്യണ ബേർഡാണ്, പഴങ്ങൾ കഴിക്കുന്നത്. ഓക്കെ, what food does each bird eat? Find them and write the names of more birds in the nest. ഇവിടെ ഒരു ഫ്രൂട്ട് ഈറ്റ് ചെയ്യണ കുറേ ബേർഡ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഒരു ഫ്രൂട്ട് ഈറ്റേഴ്സ് ആണ്. സ്പാരോ, ബുൾബുൾ, കുക്കു. വേറെ ബേർഡ്സ് ഇവർക്ക് വേറെ പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ. അടുത്തത് നെക്ടർ ആണ്. പൂവിലെ തേന് കുടിക്കുന്ന നെക്ടർ സക്കേഴ്സ് എന്നാണ് അവരെ പറയുക. സൺബേർഡും ഹമ്മിങ് ബേർഡ്സുമാണ്. അടുത്തത് മൈന. ഇവർ ഇൻസെക്ട്സും ഗ്രെയിൻസും കഴിക്കുന്നവരാണ്. മൈന, സ്പാരോ ഒക്കെ വരുന്നതിൽ. അടുത്തത് സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്, ഇൻസെക്ട്സ് കഴിക്കുന്നവരാണ്. സ്പാരോ, ഫിഞ്ചസ്, ഡവ്. പിന്നെ അതുപോലെ ഇവിടെ ഈഗിളും വൾച്ചർ, ഫാൽക്കൺസ്, കൈറ്റ്സ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ മാറ്റാം. എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഫിഷ്, സ്മോൾ ഇൻസെക്ട്സ്, ഡെഡ് ആനിമൽസ് ഒക്കെയാണ് ഇവർ കഴിക്കുക. പിന്നെ ഇവിടെ ഹെറോണും സ്റ്റോർക്കും, കൊറ്റിയും കൊളക്കോഴിയും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഫിഷ്, സ്മോൾ ഇൻസെക്ട്സ്, ആംഫീബിയൻസ് ഒക്കെയാണ് ഇവർ കഴിക്കുക. നെക്സ്റ്റ്, മാച്ച് ദി ഫോളോയിങ് ആണ്. അത് മാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ആദ്യത്തെ ഈ പിക്ചർ മാച്ച് ചെയ്തിരിക്കുന്നത് ലാസ്റ്റത്തെ പിക്ചറുമായിട്ടാണ് ഡക്കിൻ്റെ. രണ്ടാമത്തെ പിക്ചർ മാർക്ക് ചെയ്തിരിക്കുന്നത് തേർഡ് പിക്ചറുമായിട്ടാണ്. മൂന്നാമത്തേത് ഫസ്റ്റ്, നാലാമത്തത് സെക്കൻഡ്, ഈ അഞ്ചാമത്തത് ഫോർത്ത് വണ്ണാണ് കേട്ടോ. ബേർഡ്സ് ആൻഡ് ദർ ഹാബിറ്റാറ്റ്സ്. വേർ ക്യാൻ വി സീ ബേർഡ്സ്? നമുക്ക് എവിടെയൊക്കെയാണ് ബേർഡ്സിനെ കാണാൻ പറ്റുക? നിയർ ദ പോണ്ട്, ഓൺ ദ ട്രീസ്, ഇൻ ഗാർഡൻസ് ആൻഡ് പാർക്സ്. നെയിം ദ ബേർഡ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. ഹെറോൺ, സ്റ്റോക്സ്, എഗ്രറ്റ്സ്. വെള്ളമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ബേർഡ്സ് ആണ്. വാട്ട് ആർ ദിയർ ഫീച്ചേഴ്സ്? ലോങ് ലെഗ്സ്, പോയിന്റഡ് ബീക്സ്, ഓയിലി ഫെദേഴ്സ്.
അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് സെയിം ബോഡി സ്ട്രക്ചർ. പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാ ബേർഡ്സിനും ഒരേ ബോഡി സ്ട്രക്ചർ അല്ല. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ചിലതിന് നീണ്ട കൊക്കുകളും നീളമുള്ള കാലുകളുമായിരിക്കും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെന്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ്. പിന്നെയോ അവർ ഫുഡ് കളക്ട് ചെയ്യണതും അവർ പറക്കുന്നതും അവരുടെ മൂവ്മെന്റും ഒക്കെ അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടിരിക്കും. അപ്പം നമുക്കറിയാം മയിലൊന്നും പറക്കുന്ന പോലെയല്ല ബാക്കി ഉള്ള ബേർഡുകൾ പറക്കുക. ഇപ്പോൾ പാരറ്റൊക്കെ പറക്കുക. അതുപോലെ തന്നെ താഴെ ഹെന്നൊക്കെ മോസ്റ്റ്ലി താഴെ കൂടെ അല്ലേ, ഹെന്നിന് അധികം ഒന്നും പറക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാലോ. പറക്കുന്നത് ചെറുതായിട്ട് അത് ലാൻഡിൽ കൂടെ തന്നെ താഴെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് പറക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹെന്നിന് പറക്കാൻ കഴിയില്ല. അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് അവരുടെ മൂവ്മെൻറ്റ്. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. വെള്ളമുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പക്ഷികളില്ലേ, അവരുടെ തൂവലുകൾ ഓയിലി ഫെദേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓയിലി ഫെദേഴ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് നൊക്ടേണൽ ബേർഡ്സ്. നൊക്ടേണൽ ബേർഡ്സ് പറഞ്ഞാൽ രാത്രിയിൽ കണ്ണ് കാണുന്നത് കേട്ടോ, നൊക്ടേണൽ ബേർഡ്സ്. ഔൾ സ്ലീപ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ്. നമുക്കറിയാം മൂങ്ങ രാവിലെ ഒക്കെ ഉറങ്ങും, രാത്രിയാണ് ഇര പിടിക്കാൻ ഇറങ്ങുക. ദേ ഹാവ് എ ഫെതേർഡ് കോട്ട് ദാറ്റ് ഇസ് സൂട്ടബിൾ ഫോർ ഹണ്ടിങ് അറ്റ് നൈറ്റ് ആൻഡ് ഡസ് നോട്ട് മേക്ക് സൗണ്ട് വൈൽ ഫ്ലൈയിങ്. ഇവരുടെ ഈ ചിറകുകളുടെ പ്രത്യേകത, ഇവർ പറക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കില്ല. ദ ഫോറസ്റ്റ് ഔൾ ക്യാച്ചസ് സ്മോൾ ക്രിയേച്ചേഴ്സ്. കാട്ടിൽ കാണുന്ന മൂങ്ങകൾ ചെറിയ ചെറിയ ക്രിയേച്ചേഴ്സിനെ പിടിക്കും. ദ ബാൺ ഔൾ, സിൽവർ ഔൾ ഉണ്ട്, വെള്ളി മൂങ്ങ എന്ന് പറയില്ലേ, ബാൺ ഔൾ, ഈറ്റ്സ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. അവർ ഈ എലീനെയും അതിനെയൊക്കെ കഴിക്കുന്ന ഔൾസ് ആയിരിക്കും. ദ ഫിഷ് ഔൾ ഹണ്ട്സ് ഫിഷ് ആൻഡ് അപ്പോൾ ഫിഷ് ഔൾ ഉണ്ട്, ഫിഷിൻ്റെ പോലത്തെ ഔളുണ്ട്, ആ ഒരു ബോഡിയിൽ വരകളൊക്കെ ഉള്ളത്, അത് ഫിഷിനെ പിടിക്കും. ആൻഡ് നൈറ്റ് ജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. കണ്ടല്ലോ, നൈറ്റ് ജാർ എന്ന് പറഞ്ഞിട്ടൊരു ഔളുണ്ട്, അത് ഫീൽഡ് മൈസിനെയൊക്കെ പിടിക്കും, ഈ പാടത്തൊക്കെ ഉള്ള എലികളില്ലേ. ഓൾ ദീസ് ആർ നൊക്ടേണൽ ബേർഡ്സ്. അപ്പോൾ ഇതെല്ലാം നൊക്ടേണൽ ബേർഡ്സ് ആണ് കേട്ടോ. Birds and their nest. Have you noticed the nest of the birds around us? In what ways are the nests different? Find and write down your answer. അപ്പം നെസ്റ്റിൻ്റെ പ്രത്യേകത നോക്കാം. പ്ലേസസ് വെർ ദേ ആർ ഫൗണ്ട്, എവിടെ കാണുന്നു, പിന്നെ നെസ്റ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, പിന്നെ ഷേപ്പ് ഓഫ് നെസ്റ്റ് എല്ലാം വ്യത്യാസമായിരിക്കും. ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, അങ്ങനെ. പിന്നെ പർപ്പസ് ഓഫ് ബിൽഡിംഗ് നെസ്റ്റാണ്. നെസ്റ്റ് ബിൽഡിങ്ങിൻ്റെ പർപ്പസ്, എന്താണ് ആവശ്യം, സൈസ് ഓഫ് ബേർഡ്സിൻ്റെ സൈസ്, ഇതൊക്കെ അനുസരിച്ച് നെസ്റ്റ് വ്യത്യാസപ്പെടും. ഇനി നമുക്കവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഗ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഹെന്നിൻ്റെ ആണ് എഗ്ഗ്, രണ്ടാമത് കോയലാണ് കേട്ടോ. കോയൽ പറഞ്ഞു കഴിഞ്ഞാൽ കാടമുട്ടയില്ലേ, അതാണ് കേട്ടോ. ചെറിയ കോഴിക്കാട, അതിൻ്റെ മുട്ടയാണ്. അപ്പോൾ അവിടെ കാടമുട്ടയും പിന്നെ കോഴിമുട്ടയും നമ്മൾ കണ്ടു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏമു, ഡക്ക്, ഓസ്ട്രിച്ചിൻ്റെ ഒക്കെ മുട്ടകൾ തന്നിട്ടുണ്ട്. മൂന്ന് വലുപ്പമാണ്, 3 ഷേപ്പാണ്, 3 കളറാണ്, കണ്ടല്ലോ. പിന്നെ ക്രോ, കുക്കു, ഇതിൻ്റെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ. സൈസ് ഡിഫറെൻ്റ് ആണ്, കളർ ഡിഫറെൻ്റ് ആണ്, ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ആ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം കേട്ടോ. There is diversity in birds' nest with respect to shape, size, construction materials, location, nesting method and their eggs. കണ്ടല്ലോ, ബേർഡ്സിൻ്റെ നെസ്റ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഷേപ്പ്, സൈസ്, പിന്നെ അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ലൊക്കേഷൻ, നെസ്റ്റിംഗ് മെത്തേഡ്, അതിൻ്റെ മുട്ടകൾ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. പിന്നെ അടുത്തത് നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് തന്നിരിക്കുന്നതാണ് ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. ഓസ്ട്രിച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഓസ്ട്രിച്ച് ആണ് നമ്മളുടെ ഇന്ന് ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബേർഡ് ഓസ്ട്രിച്ച് ആണ്. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. അതിൻ്റെ മുട്ട തന്നെയാണ് ഏറ്റവും വലിയ മുട്ട. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കാനോട്ട് ഫ്ലൈ. പക്ഷെ ചിറകുണ്ടെങ്കിലും അതിന് പറക്കാൻ പറ്റില്ല. ആൻഡ് ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഒരു ഓസ്ട്രിച്ചിൻ്റെ മുട്ട, ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ വെയിറ്റാണ് 1.5 kilo വെയിറ്റ് ഉണ്ടാവും. മോർ ഓവർ ഇറ്റ് ഓൾസോ ഹാസ് ദ ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ദ അനിമൽസ് ഇൻ ലിവിങ് ലാൻഡ്. പിന്നെ ഏറ്റവും വലിയ കണ്ണുള്ളത് ആർക്ക് തന്നെയാണ്? ഓസ്ട്രിച്ചിന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്
മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. മൈഗ്രേറ്ററി ബേർഡ്സ് പറഞ്ഞാൽ ദേശാടന പക്ഷികൾ. ഒരു സ്ഥലത്ത് കുറച്ച് കാലം മാത്രമേ ഇവർ താമസിക്കുള്ളൂ, പിന്നെ ഇവർ പറന്നു പോകും. കൂട്ടത്തോടെ പറന്നു പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരവിടെ തന്നിരിക്കുന്നത് ഗ്രീൻ വാർബ്ലർ, ഇന്ത്യൻ പിട്ട, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, പസഫിക് ഗോൾഡൻ പ്ലോവർ, ഫോറസ്റ്റ് വാക്ടെയിൽ ഒക്കെ തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അറിയണത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആർട്ടിക് ടേണും സൈബീരിയൻ ക്രെയിനും നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ലാർജ് നമ്പേഴ്സ് ടു എസ്കേപ്പ് ഫ്രം അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ് ആൻഡ് ഫോർ ബ്രീഡിംഗ്. വെൻ ദ വെതർ ബിക്കംസ് ഫേവറബിൾ ദേ റിട്ടേൺ. സച്ച് ബേർഡ്സ് ആർ കോൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ് പഠിച്ചു വെക്കണം. അതായത് ചില ബേർഡ്സ് ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എസ്കേപ്പ് ചെയ്തു പോവും. അതായത് ചില സ്ഥലങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാണ്ടാവും, വെതർ ക്ലൈമറ്റ് മാറി മാറി വരും, വെതർ കണ്ടീഷൻസ് മാറും, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ, ചിലപ്പോൾ മഞ്ഞ് കൂടുമ്പോൾ, മഴ കൂടുമ്പോൾ ഇവർക്ക് അതൊന്നും പറ്റില്ലെങ്കിൽ ഇവർ അവിടെ നിന്ന് എന്ത് ചെയ്യും, വേറെ സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോടെ മൈഗ്രേറ്റ് ചെയ്ത് പോവും. എന്തിനു വേണ്ടിയിട്ടാണ്? ചിലപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. പിന്നീട് വെതർ കറക്റ്റ് ആകുമ്പോൾ ഇവർക്ക് ഫേവറബിൾ ആയിട്ട് ഇവർക്ക് താമസിക്കാൻ ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ ഇവർ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെയുള്ളതാണ് മൈഗ്രേറ്ററി ബേർഡ്സ്. താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത് മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ പേരുകളാണ്, ആർട്ടിക് ടേണും സൈബീരിയൻ ക്രെയിനും. ഇനി ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെന്റ്. ഹാവ് യു നോട്ടീസ്ഡ് പീപ്പിൾ ട്രീസ് ഗ്രോയിങ് ഓൺ ദ ടോപ്പ് ഓഫ് സർട്ടൻ ബിൽഡിങ്സ്? ഹാസ് എനിവൺ പ്ലാന്റഡ് ഇറ്റ് ദർ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ പീപ്പിൾ ട്രീ ഇങ്ങനെ മതിലൊക്കെ വരുന്നത്? ഇത് ആരെങ്കിലും അവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്തതാണോ എന്നാണ് ചോദ്യം. ആൻസർ നോ ആണ് കേട്ടോ. അത് തനിയെ വരുന്നതാണ്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പക്ഷികളൊക്കെ കൊണ്ട് ഇട്ടിട്ടൊക്കെയാണ് അത് വരിക കേട്ടോ മോസ്റ്റ്ലി. ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെന്റ്? അടുത്ത ചോദ്യം, ബേർഡ്സ് എങ്ങനെയാണ് എൻവയോൺമെന്റിന് ബെനിഫിഷ്യൽ ആവുന്നത്? സീഡ് ഡിസ്പേഴ്സൽ, വിത്തുകൾ എല്ലാവരുടെയും കൊണ്ട് വിതരണം ചെയ്യും. അതായത് ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഇത് തുപ്പുന്നത്, ഇതിൻ്റെ വേസ്റ്റായി പുറത്ത് വീഴുന്നതെല്ലാം എന്ത് ചെയ്യും? മുളയ്ക്കും അല്ലേ. സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യും. പെസ്റ്റ് കൺട്രോൾ, പോളിനേഷൻ, ന്യൂട്രിയൻ സൈക്ലിങ്ങിനൊക്കെ ബേർഡ്സ് സഹായിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ്, ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഹൗ ഡു ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്വൻച്ച് ദെയർ തേഴ്സ്റ്റ് ഇൻ ദ സമ്മർ വെൻ സ്പ്രിങ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്? ഇപ്പം നിങ്ങൾക്ക് അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, സമ്മറിൽ അതായത് വെയിൽ കാലത്ത് എങ്ങനെയാണ് ഇവരുടെ ദാഹം അകറ്റുന്നത്? അവർ വെള്ളം കിട്ടുന്ന വാട്ടർ ബോഡീസ് എല്ലാം വറ്റിയാൽ ഇവർ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം കേട്ടോ. ടു പ്രൊട്ടക്ട്, അപ്പോൾ അതിൽ അവർ ആൻസർ ആയിട്ടല്ല നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണ്. ടു പ്രൊട്ടക്ട് ബേർഡ്സ് ഫ്രം ദ ഹീറ്റ് ആൻഡ് ഡ്രോട്ട് ഇൻ സമ്മർ വി ക്യാൻ പ്രൊവൈഡ് ബേർഡ്സ് വിത്ത് ഡ്രിങ്കിങ് വാട്ടർ. For this, you can pour water in earthen pots and keep under the trees or in any other open places. Be sure to change the water frequently to prevent mosquitoes from laying their eggs. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സമ്മറിൽ ഇവർക്ക് വെള്ളം കിട്ടില്ല ശരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വേനലാവുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പറ്റുമെങ്കിൽ നമ്മൾ എർത്തേൺ പോട്ട്സ് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ എന്ത് ചെയ്ത് വെക്കുക, വെള്ളം വെക്കുക. മരത്തിൻ്റെ അടിയിലോ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ കൊണ്ട് വെള്ളം വെച്ചാൽ പക്ഷികൾ വന്നാൽ വെള്ളം കുടിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, അല്ലെങ്കിൽ കൊതുക് വന്ന് അതിൽ മുട്ടയിട്ട് കൊതുക് പെരുകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ സഹായിക്കുക. ഗ്രേറ്റ് ഹോൺബിൽ ടുവാർഡ്സ് ത്രെഡ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഗ്രേറ്റ് ഹോൺബിൽ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, വേഴാമ്പലാണ് കേട്ടോ. അപ്പോൾ വേഴാമ്പലൊക്കെ ഇപ്പോൾ കാണാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദ നമ്പർ ഓഫ് ബേർഡ്സ് ലൈക്ക് ദ ഗ്രേറ്റ് ഹോൺബിൽ ആൻഡ് ഹൗസ് സ്പാരോ ഇസ് നൗ ഡിക്രീസിങ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇതിങ്ങനെ കുറഞ്ഞു വരാനുള്ള റീസൺ എന്താ? ഈ ബേർഡ്സൊക്കെ സ്കേർസിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്, അതിന് ആവശ്യമുള്ള ഫുഡ് കിട്ടാണ്ടിരിക്കുക. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, വലിയ മരങ്ങൾ ഇല്ല. പിന്നെ ഹ്യൂമൻ പ്രസൻറ്റ്, മനുഷ്യർ ഒരുപാട് അവർക്കുള്ള സ്ഥലങ്ങളൊക്കെ മനുഷ്യർ കയ്യേറിയ പോലെയാണിപ്പോൾ. പിന്നെ ഹാബിറ്റാറ്റ് ലോസ്, അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. ചേഞ്ചസ് ഇൻ ഫുഡ് അവൈലബിലിറ്റി, പിന്നെ മുമ്പ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പോലെ ഇപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാനില്ല. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ, മരമൊക്കെ വെട്ടി നശിപ്പിക്കുന്നു. അർബനൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കാടെല്ലാം വെട്ടി ഇപ്പോൾ അതൊക്കെ സിറ്റി സെൻറ്ററായിട്ട് മാറുകയാണ്, സിറ്റികളായി മാറുന്നു. ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, മനുഷ്യൻ പുതിയ കൃഷി പ്രാക്ടീസസ്, അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും പക്ഷികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല.
ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം കാരണമാണ് ഇതെല്ലാം നശിച്ചു പോകുന്നത് കേട്ടോ. നെക്സ്റ്റ്, എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് ചോദിച്ചാൽ, റെഡ് ഡാറ്റ ബുക്ക് ഈസ് എ ബുക്ക് ദാറ്റ് റെക്കോർഡ്സ് എൻഡേഞ്ചേർഡ് ആൻഡ് റെയർ സ്പീഷീസ്. അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന, കുറഞ്ഞുകൊണ്ട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതും റെയർ ആയിട്ട് മാത്രം വളരെ അപൂർവമായിട്ട് കാണുന്നതുമായിട്ടുള്ള ജീവികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് കേട്ടോ. റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ എൻഡേഞ്ചേർഡ് ബേർഡ്സ് ഓഫ് കേരള. കേരളത്തിൽ ഇതുപോലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. ഹോൺബില്ല്, ബസ്റ്റാർഡ്, നീലഗിരി ഫ്ലൈ ക്യാച്ചർ ഒക്കെയാണ് കേട്ടോ. ദെൻ അവരുടെ പിക്ചറൊക്കെ കളക്ട് ചെയ്ത് ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർ അത് ചെയ്യാം. നെക്സ്റ്റ്, ബേർഡ് വാച്ചേഴ്സ് ഓർണിത്തോളജിസ്റ്റ്. ആ ചിത്രത്തിൽ തന്നിരിക്കുന്നതാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹം ഒരു ബേർഡ് വാച്ചർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുടെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ആണ് ഇദ്ദേഹം. ഇന്ത്യ ഹാസ് എവർ സീൻ. ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് സലീം അലി. വി സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ November 12 as നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. നമുക്കിവിടെ വേണ്ടത് November 12 നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആണ്. അത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ November 12 ബേർഡ് വാച്ചിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡു യു നോ എനി അതർ ബേർഡ് വാച്ചേഴ്സ്? നിങ്ങൾക്ക് വേറെ ബേർഡ് വാച്ചേഴ്സിൻ്റെ പേരുകൾ അറിയുമോ ചോദിച്ചിട്ടുണ്ട്. ജിം കോർബറ്റ്, ഡേവിഡ് ബെയ്ലി, ക്രിസ്റ്റ്യൻ കൂപ്പർ എല്ലാം ബേർഡ് വാച്ചേഴ്സ് ആണ്. പിന്നെ ഇവർ രണ്ടുപേരും, ഈ താഴെ തന്നിരിക്കുന്ന രണ്ടുപേരും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ബേർഡ് വാച്ചേഴ്സ് ആണ് കേട്ടോ. ശ്രീ കെ നീലകണ്ഠൻ, ഓൾസോ നോൺ ഇന്ദുചൂടൻ. ഇദ്ദേഹമാണ് നമ്മുടെ ചൂലനൂർ പക്ഷി സങ്കേതമുണ്ട്, പാലക്കാട് ജില്ലയിലെ ചൂലനൂർ പക്ഷി സങ്കേതമുണ്ട്, അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് കെ നീലകണ്ഠൻ. ഇദ്ദേഹത്തിൻ്റെ പേരിലും ആ പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. ഡോക്ടർ ആർ സുഗതൻ. ഇവർ രണ്ടുപേരും ഫേമസ് ആയിട്ടുള്ള ബേർഡ് വാച്ചേഴ്സ് ആണ്, ഫ്രം കേരളയാണ് കേട്ടോ. നെക്സ്റ്റ്, എന്താണ് ഓർണിത്തോളജി എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ്സ്. അതായത് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? ഓർണിത്തോളജി. Okay, next, bird sanctuary. The bird sanctuary in Kerala named after Dr. Salim Ali is the Tattekad bird sanctuary. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സലീം അലി ഇല്ലേ, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പക്ഷി സങ്കേതം ബേർഡ് സാങ്ച്വറി ആണ് ഇത്, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇനി നമുക്ക് പസിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇനി അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡു യു നോ എനി അതർ ബേർഡ് സാങ്ച്വറീസ്? നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ബേർഡ് സാങ്ച്വറീസ് അറിയോ? കുമരകം ബേർഡ് സാങ്ച്വറി ഉണ്ട്, ചൂലനൂർ ബേർഡ് സാങ്ച്വറി, രംഗംതിട്ട് ബേർഡ് സാങ്ച്വറി, സുൽത്താൻപൂർ ബേർഡ് സാങ്ച്വറി. ഓക്കെ, ഇനി നമുക്ക് പസിലേക്ക് കിടക്കാം. ദ ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രൂവ് ഫോറസ്റ്റ്. ഒന്നാമത്തേൻ്റെ ആൻസർ മംഗളവനമാണ്, മംഗളവനം. 2, നോൺ ആസ് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി, രണ്ടാമത്തെ തട്ടേക്കാട്. 3, ദ ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള, ഇതുണ്ടോ മയിൽ വളർത്തലാണ് കേട്ടോ, ചൂലനൂർ, ചൂലനൂർ. ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെറി മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. ദേശാടന പക്ഷികൾ വന്നു പോകുന്ന കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പക്ഷി സങ്കേതം ബേർഡ് സാങ്ച്വറി ഏതാണ്? കടലുണ്ടി, കടലുണ്ടി. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. എ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്, കോട്ടയം ജില്ലയിലുള്ള ഒരു പക്ഷി സങ്കേതം ബേർഡ് സാങ്ച്വറി ഏതാണ്? കുമരകം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർത്തി നോക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നെക്സ്റ്റ്, crows, pheasants, mynas, peacocks, hornbills, wagtails and many more millions of diverse birds in this living world. Many of them are having sweet voices, diverse colors, different migratory paths, what not. ഓക്കെ, അപ്പം നമുക്ക് അവർ തന്നിട്ടുണ്ട്. ലെറ്റ്സ് കണ്ടിന്യൂ അവർ ഫാസിനേറ്റിംഗ് ജേർണി ഇൻ ടു ദ വേൾഡ് ഓഫ് വിങ്ഡ് ബഡീസ് ബൈ എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിസ്കവറിംഗ് മോർ അബൌട്ട് ദം. അപ്പം നമുക്ക് കാണാം ആ ചിത്രത്തിൽ എത്ര വ്യത്യസ്തമായിട്ടുള്ള ബേർഡ്സ് ആണ് അല്ലേ, വ്യത്യസ്ത കളറ്, സ്വീറ്റ് വോയിസസ്, മൈഗ്രേറ്ററി ആയിട്ട് പോണ ബേർഡ്സ് എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ലെറ്റസ് ആസസിലേക്ക് കടക്കാം. ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ടു ദെയർ ഫുഡ്. ഈ ഡ്രോ ലൈൻസ് നിങ്ങൾ ചെയ്യാട്ടോ. എങ്ങനെ ചെയ്യാം ഡ്രോ ലൈൻസ്? ഇവിടെ നിന്ന് തുടങ്ങണം. എനിക്കത് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോണെന്ന് നോക്കൂ, നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ പോവും. ഉള്ളിലൂടെ പോകാൻ പറ്റില്ല, ഇങ്ങനെ പോകണം.
കണ്ടോ, ഇങ്ങനെ പോണ്ടി വരും. എന്നിട്ട് ഓരോ ബേർഡ്സിലേക്കും എത്തുക. ദെൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ 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 പോവുക കേട്ടോ. എനിക്കിതിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഹായ്, ഈസ് ദിസ് എ വുഡ് പെക്കർ? Robbie shouted when he saw a bird by the side of the pond. The beak of woodpecker is not like this. Ian replied, then which bird is this? Complete the picture giving appropriate colors. Prepare note on its features. അപ്പോൾ അയൻ പറയുന്നു, ഇത് എന്തല്ല, വുഡ് പെക്കർ അല്ല, വുഡ് പെക്കറിൻ്റെ ബീക്ക് ഇതുപോലെ അല്ല ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചാൽ ഇത് കിങ് ഫിഷർ ആണ് കേട്ടോ. കിങ് ഫിഷറിൻ്റെ ഫീച്ചേഴ്സ് എഴുതണം, അതുപോലെ തന്നെ കളർ നിങ്ങൾ കൊടുക്കുക. കളർ ഞാൻ കൊടുത്തിട്ടില്ല. കിങ് ഫിഷറിനും ആ മീനിനും കളർ നിങ്ങൾ കൊടുക്കുക. ഫീച്ചേഴ്സ് ഞാൻ തരാം. ഫീച്ചേഴ്സ് ആണ്, ലോങ് സ്ട്രോങ് ആൻഡ് പോയിന്റഡ് ബീക്ക്, ഐഡിയൽ ഫോർ ക്യാച്ചിങ് ഫിഷ്. വലിയ കൊക്കാണ്, മീനിനൊക്കെ പിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് പ്രൈമർലി ഫിഷ് ആൻഡ് ഓൾസോ ഈറ്റ്സ് ഇൻസെക്ട്സ് ആൻഡ് സ്മോൾ ആംഫീബിയൻസ്. ഇത് മെയിനായിട്ട് ഈ മീനുകളെയാണ് കഴിക്കുക, പക്ഷേ ഇൻസെക്ട്സിനെയും ചെറിയ ചെറിയ ആംഫീബിയൻസിനെയും കഴിക്കും. ഫൗണ്ട് നിയർ ക്ലിയർ സ്ലോ മൂവിങ് വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, പോണ്ട്സ് ആൻഡ് ലേക്സ്. എവിടെ കാണപ്പെടുക? വാട്ടർ ഉള്ള സ്ഥലത്താണ് കേട്ടോ. റിവർ, പോണ്ട്, ലേക്കിൻ്റെ അടുത്തൊക്കെ കാണപ്പെടും. നെസ്റ്റ് ഇൻ ബറോസ് ഡഗ് ഇൻ ടു റിവർ ബാങ്ക്സ് ഓർ സാൻഡ് ബാങ്ക്സ്. നെസ്റ്റ് കെട്ടുന്നത് റിവർ ബാങ്കിൻ്റെയും സാൻഡ് ബാങ്കിൻ്റെ അടുത്തായിരിക്കും. ഇറ്റ് ഡൈവ്സ് ഹെഡ് ഫസ്റ്റ് ഇൻ ടു ദി വാട്ടർ ടു ക്യാച്ച് പ്രേ. ആദ്യം തല വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് ഇത് ഇര പിടിക്കുക, മീനല്ലേ പിടിക്കുക. അപ്പോൾ തലയാണ് ആദ്യം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇത് ഇടുക, എന്നിട്ട് മീനിനെ പിടിച്ചിട്ട് പെട്ടെന്ന് പൊങ്ങും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത്, മാൻസ ആൻഡ് അബിൻ വർ പ്ലേയിങ് എ ടേബിൾ കംപ്ലീഷൻ ഗെയിം, ജോയിൻ ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ പാരറ്റ് തന്നിട്ടുണ്ട്. പാരറ്റിൻ്റെ കളർ ഗ്രീൻ ആണ്. ഫുഡ് എന്തൊക്കെയാ? ഫ്രൂട്ടും സീഡും കഴിക്കും. ബോഡി ഫീച്ചേഴ്സ് സ്ട്രോങ് കേർവ്ഡ് ബീക്കാണ്. എവിടെ നെസ്റ്റ് കിട്ടുക? ട്രീ ഹോളോസ് ക്യാവിറ്റീസിൽ. നെക്സ്റ്റ്, ബ്ലാക്ക് എന്ന് മാത്രമേ അവർ തന്നിട്ടുള്ളൂ. നെയിം ഓഫ് ദ ബേർഡ് നമ്മൾ ക്രോ എന്ന് കൊടുത്തു. ഫുഡ് എന്താ? ഇൻസെക്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും. ബോഡി ഫീച്ചേഴ്സ് സ്ട്രോങ് ബീക്കാണ്. നെക്സ്റ്റ്, ട്രീസ്, ടോൾ സ്ട്രക്ചേഴ്സിലൊക്കെ ഇത് കൂട് കിട്ടും. അടുത്തത്, സ്മോൾ ക്രിയേച്ചേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. കിങ് ഫിഷർ കൊടുക്കാം. കളറ് ബ്ലൂ ഓർ ഗ്രീനിൽ കിങ് ഫിഷർ കാണപ്പെടും. ലോങ് പോയിന്റഡ് ആയിട്ടുള്ള കൊക്കാണ്, ബീക്കാണ്. എവിടെ ജീവിക്കുന്നത്? ബറോസ്. എവിടെ? നെക്സ്റ്റ്, ബറോസ് ഇൻ റിവർ ബാങ്ക്സ് ആണ്. അടുത്തത്, ഇവിടെ ആ കൂടെ ഒരു ലോങ് ബീക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ ബേർഡിൻ്റെ പേര് സ്പാരോ എന്ന് കൊടുത്തു. കളർ ബ്രൗൺ ഓർ ഗ്രേ എന്ന് കൊടുത്തു. ഫുഡ് എന്താ? സീഡ്സ്, ഇൻസെക്ട്സ്. ദെൻ ബോഡി ഫീച്ചറിൽ ലോങ് ബീക്ക് കൊടുത്തു. നെസ്റ്റ് എന്താ? ബുഷസ്, ബിൽഡിങ്സിലൊക്കെയാണ് ഇതിൻ്റെ നെസ്റ്റ് ഉണ്ടാവുക. നെക്സ്റ്റ്, വുഡ് പെക്കർ അവർ കൊടുത്തിട്ടുണ്ട്. വുഡ് പെക്കറിൻ്റെ കളറ് ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ ആയിരിക്കും. കഴിക്കുന്നത് എന്തൊക്കെയാണ്? ഇൻസെക്ട്സ്, വേംസ്. പോയിന്റഡ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ദ ഹെഡ്, ഹോളോസ് ഇൻ ട്രീസ്. മരത്തിൽ ആണ് അത് എന്ത് ചെയ്യുക? നെസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വിങ്ഡ് ബഡീസ് ചാപ്റ്റർ. വിങ്ഡ് ബഡീസിൽ കംപ്ലീറ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.